നാളെയാണ് വിഷു. തലസ്ഥാനത്ത് വിഷു വിപണികൾ സജീവമായി തുടങ്ങി. വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കൊന്നപ്പൂക്കൾ മുതൽ എല്ലാം ഇവിടെ ലഭ്യമാണ്. വിഷുദിന തയ്യാറെടുപ്പുകളും അതിൻ്റെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യഗായത്രി, മലയാളി കണി കണ്ടുണരാൻ ഒരു ദിനം മാറ്റിവെക്കുന്ന ദിനം ആണ് വിഷു. വിഷുവാണ് നാളെ. എന്തൊക്കെയാണ് വിപണിയിലെ ഒരുക്കങ്ങൾ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷ, ഞാൻ നിൽക്കുന്നത് പാളയം കണ്ണിമേറ മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റിന് പുറത്ത് ഇരുവശത്തും വിഷു കച്ചവടം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. രാവിലെ തന്നെ കച്ചവടക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരക്കും ഈ മാർക്കറ്റിൽ നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കും. രാവിലെ തന്നെ കണിക്കൊന്നയൊക്കെ പറിച്ച് കണി ഒരുക്കുന്നതിന് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് കച്ചവടക്കാരൊക്കെ ഇവിടെ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? തുടങ്ങിയിട്ടേ ഉള്ളൂ. രാവിലെ എപ്പോ എത്തി? ഒരു അരമണിക്കൂർ. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു എങ്ങനെയാ കച്ചവടം? റേറ്റ് ഒക്കെ എങ്ങനെയാ? റേറ്റ് കിറ്റ് വന്നിട്ട് 8 ഐറ്റം ഉണ്ട്, 300 രൂപ. അല്ലാതെ രണ്ടെണ്ണം ഇല്ലാതെ 200. പൂ മാത്രമായിട്ട് കൊടുക്കും. കണിക്കൊന്ന പൂക്കളും അതുപോലെ തന്നെ കണി വെക്കുന്നതിന് വേണ്ടിയുള്ള മത്തൻ, കണിവെള്ളരി ഒക്കെ തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഒരു അമ്മ കണി സാധനങ്ങളൊക്കെ വിൽക്കുന്നതിന് വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ നിന്നാ അമ്മ? ഞാൻ കാച്ചാണിന്ന്. കാച്ചാണി. രാവിലെ എത്തിയോ? രാവിലെ എത്തി. എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ തവണയും വരും. കൂടെ തന്നെ ഇരിക്കുന്നു. സാധനം ചക്കയുണ്ട്, പിന്നെ ഇത് 3 ഐറ്റം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. വില 100 രൂപയ്ക്ക് എല്ലാം കൂടെ കൊടുക്കും. ഈ പണ്ട് നമ്മള് വീട്ടിന്റെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കണി വെക്കാൻ എടുത്തത്. പറമ്പിലുള്ള തന്നെ, ഇതെല്ലാം പറമ്പിലുള്ള സാധനങ്ങൾ തന്നെ കൊണ്ടുപോയി കണി ഒരുക്കുക. എങ്ങനെയാ പഴയ വിഷു ഓർമ്മകളൊക്കെ എന്തൊക്കെയാ? പഴയ വിഷുവിനൊന്നും ഇല്ല. ഈ ഇപ്പോ ഒന്നും ഇല്ല. എന്താ വെക്കുക കണി? അപ്പോഴിതുകൊണ്ട് അതോ കൊണ്ടല്ല കൊന്നപ്പൂ പൊടിച്ച് അതൊക്കെയാണ് കണി വയ്ക്കണത്. ഈ ഇപ്പോഴിറങ്ങിയത് ഇതാണ്. നമ്മുടെ പേരെന്താ? ഓമന. ഓമനമ്മ കാച്ചാണിയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വിഷുവിനും എല്ലാ തവണയും വിഷുവിന് സാധനങ്ങൾ കച്ചവടം നടത്തുന്നതിനായി ഇവിടെ എത്തും എന്നാണ് പറയുന്നത്. അമ്മ വിഷു ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുകയാണ്. പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഈ പൂക്കളൊന്നും അവർ വെക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ കണിക്കൊന്ന പൂക്കളൊക്കെ വെക്കുന്നത്. ഇതിന്റെ കച്ചവടമൊക്കെ ഇപ്പോഴാണ് കാണാൻ സാധിക്കുന്നതെന്ന് അമ്മ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ചേട്ടാ, എങ്ങനെയാ കച്ചവടമൊക്കെ എങ്ങനെയാ? കച്ചവടം കുഴപ്പമില്ല, നടക്കുന്നുണ്ട്. പിന്നെ തുടങ്ങിയതേ ഉള്ളൂ, ആൾക്കാരൊക്കെ വരും. വന്നൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. വില സാധനത്തിന് എല്ലാത്തിനും ഭയങ്കര വിലയാണ് നമ്മൾ വാങ്ങി ചെയ്യുന്നത്. ഈ പല കടകളിലും കണിക്കൊന്ന പൂക്കളൊക്കെ പ്ലാസ്റ്റിക് പൂക്കൾ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഈ പൂക്കൾക്ക്, യഥാർത്ഥ പൂക്കൾക്ക് അത് വെല്ലുവിളിയാവോ? യഥാർത്ഥ ഇല്ല, അത് ഉണ്ടാവില്ല. യഥാർത്ഥ ആൾക്കാർ അറിയുള്ള ഇതേ വാങ്ങത്തുള്ളൂ. ഈ പൂക്കത്തിലെ വാങ്ങും. ഇന്നലെ പെയ്ത മഴയിലൊക്കെ ഈ കണിക്കൊന്ന പൂക്കെ കൊഴിഞ്ഞു പോയി എന്ന് പരാതി പോയിട്ടുണ്ട്. അങ്ങനെ പോവില്ല. പൂ നല്ല കുഴപ്പമില്ല, ഉണ്ട്, കച്ചവടം ഉണ്ട്. രാവിലെ തന്നെ അതിരാവിലെ തന്നെ കച്ചവടക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ വാങ്ങുന്നതിന് വേണ്ടി ആളുകളും ഇപ്പോ എത്തിയിട്ടുണ്ട്. വൈകിട്ടാണ് കണി ഒരുക്കുന്നത്. എന്തായാലും ഒരു വൈകിട്ടാവുന്നതോടുകൂടി ഈ കച്ചവടമൊക്കെ കൂടുതൽ സജീവമായിട്ട് വരുമെന്നാണ് ഇവിടുന്ന് കച്ചവടക്കാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് കണി വെച്ചതിന് ശേഷം നാളെ രാവിലെയാണ് ശ്രീകൃഷ്ണനെ മലയാളികൾ കണി കണ്ട് ഉണരുന്നത്. കണി കാണുന്നതിന് വേണ്ടിയുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ മുതൽ അതിന് വേണ്ട കണിക്കൊന്ന പൂക്കളും വേണ്ടുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ ഇവിടെ തയ്യാറാണ്. എന്തായാലും നാളെ രാവിലെ ശ്രീകൃഷ്ണനെ കണി കാണുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും ഒരുക്കങ്ങളും ഒക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം നടത്തുന്നത്. അജിംഷ.